ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് ആണ്. സോ അപ്പം നമ്മൾ മെഹന്തിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടോ. ചെക്കൻ്റെ കല്യാണം. അപ്പോൾ നമ്മൾ മെഹന്തിക്ക് പെണ്ണിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആവണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ലെൻസ് വെച്ച് കൊടുക്കുകയാണ്. ലെൻസ് വന്നിട്ട് നമ്മുടെ ഫ്രഷ് ലുക്കിൻ്റെ പ്യൂർ ഹേസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ഇപ്പം കുറേ പേര് എനിക്ക് മെസ്സേജ് ആയിരുന്നു ബ്രൈഡ്സിന് ഏതൊക്കെ കളർ ലെൻസാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ. അപ്പം നമ്മൾ അവരുടെ സ്കിൻ ടോണും അണ്ടർ ടോണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ലെൻസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുക ഗ്രേയും പ്യുവർ ഹേസലുമാണ് നമ്മുടെ ഫ്രഷ് ലുക്കിൽ നിന്ന് കേട്ടോ. പിന്നെ അക്വയുടെ ലെൻസ് നല്ലതാണെന്ന് കുറച്ച് ചോദിച്ചിട്ട് അക്വയുടെ ലെൻസ് ആക്ച്വലി നല്ലതാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ കുഞ്ഞു കണ്ണുള്ളവർക്ക് നമുക്ക് അക്വയുടെ ലെൻസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അക്വയുടെ ലെൻസിൻ്റെ സർക്കിൾ വന്നിട്ട് കുറച്ചും കൂടെ വലുതാണ്. അപ്പം ഈ ഫ്രഷ് ലുക്കിന് കുറച്ചുകൂടെ ചെറുതാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞു കണ്ണുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റേത് വലിയ കണ്ണുള്ളവർക്ക് യൂസ് ചെയ്തുള്ളൂ. കുഞ്ഞു കണ്ണുള്ളവർ അത് ഇടുമ്പോഴത്തേക്കും പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ തട്ടും. അപ്പം ആദ്യമായിട്ട് ലെൻസ് യൂസ് ചെയ്യുന്നവരായിരിക്കും ഒരു 90% ബ്രൈഡ്സും. അപ്പം അവർക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അവർക്ക് പേടിയായിരിക്കും തട്ടുന്നത് എന്തുകൊണ്ടാണ്. പിന്നെ സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രഷ് ലുക്കിൻ്റെ ലെൻസൊക്കെ യൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. നമ്മൾ കൂടുതൽ അതാണ് യൂസ് ചെയ്യുക. പിന്നെ ലെൻസിൻ്റെ ലെൻസും കുറച്ചും കൂടെ ലെൻസ് വെച്ചത് എടുത്തറിയുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ മാത്രമേ നമ്മൾ ലെൻസിൻ്റെ ലെൻസ് വെച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ. അത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും നമ്മൾ ലെൻസ് വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കണത്. ഓക്കെ, പിന്നെ നമ്മൾ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. അപ്പം റീസെൻ്റ്ലി എൻ്റെ മുഖത്ത് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫേസിലുണ്ട്. അപ്പം എനിക്ക് എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്ത് നോക്കുമ്പം പിമ്പിൾസ് വരാറുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് ഞാൻ സെറ്റഫിലിൻ്റെ ഫേസ് വാഷും അതുപോലെ തന്നെ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറുമാണ് യൂസ് ചെയ്യാറ് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൺസ്ക്രീന് ഞാൻ പോൺസിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ ഞാനത് കൺസീൽ ചെയ്ത് കൊടുത്താണ്. കൺസീൽ ചെയ്തിട്ട് ഒരു കണ്ണടച്ച് മറ്റേ കണ്ണ് തുറക്കാൻ പെട്ടെന്ന് പറ്റില്ല. അതിൻ്റെ കൊപ്രായാണ് ഇട്ട് ഇച്ചിരി മുന്നേ കണ്ടേ. അപ്പോൾ കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടു ഫേസിൻ്റെ കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. കണ്ണിൻ്റെ മേളിൽ ചെറിയൊരു ഡിസ്കളറേഷൻ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ് ഇത്. ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ആ ഒരു കളർ എനിക്ക് അവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പം കറക്റ്റ് ഈവൻ ആയിട്ട് ടോൺ വരുന്ന ഒരു ഷെയ്ഡാണ് സാൻഡ് എന്ന് പറയുന്ന ഷെയ്ഡ് കേട്ടോ. ടു ഫേസിൻ്റെ കൺസീലർ. ഓക്കെ, പിന്നെ നമ്മൾ ഹുദേൻ്റെ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം കുറച്ച് നല്ല സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാർട്ടി ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പം പാർട്ടി മേക്കപ്പൊക്കെ നമുക്ക് പ്രീമിയം പാർട്ടി മേക്കപ്പ് ബുക്ക് ചെയ്യുന്ന ബ്രൈഡ് മെയ്ഡ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവർക്കും ഈ ഒരു ഇതിലാണ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പ്രൊഡക്ട്സുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാർട്ടി മേക്കപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഹുദേൻ്റെ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ടൊരു മിനി പൗഡറാണ് കേട്ടോ. അതിൻ്റെ വലുത് വാങ്ങിയതാണ് ആക്ച്വലി ലാഭം നമുക്ക്. ഇത് ഞാൻ ഓഫർ വന്നപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബനാന ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് നമ്മുടെ ഹുദേൻ്റെ നോട്ടി പാലറ്റാണ്. കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ്സ്, ആ ഒരു ബ്രൗൺ ഷെയ്ഡ്സിൻ്റെ ഡാർക്ക് ഷെയ്ഡ്സുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്രൗൺ ഇട്ടിട്ട് ഒന്ന് ട്രാൻസിഷൻ ഷെയ്ഡ് പോലെ ഒന്ന് ജസ്റ്റ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ അതിലും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടി ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ ഞാൻ പി ലൂയിസിൻ്റെ പാലറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പം ഞാൻ 32 ഷെയ്ഡ്സ് എന്നും മറ്റാണ് പറഞ്ഞത്. അത് ആക്ച്വലി 50 ഷെയ്ഡ്സ് ഉണ്ട്. ഗ്ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ 14 ഗ്ലിറ്റേഴ്സൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഷെയ്ഡ്സും 35-36ഓളം കളേഴ്സും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഗ്ലിറ്റേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് ആക്ച്വലി മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് 2-3 പേര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പം ക്ലിയർ ചെയ്യുന്നത് കേട്ടോ. അത് ആക്ച്വലി 50 or 52 ഷെയ്ഡ്സ് ഉണ്ട് മൊത്തം കൂടെ. ഗ്ലിറ്റേഴ്സും ഷെയ്ഡുകളും എല്ലാം കൂടെ അത്രയും ഉണ്ട്. നല്ല വൃത്തിയായിട്ടുള്ള പാലറ്റാണ് കേട്ടോ. പിന്നെ ഈ പാർട്ടി മേക്കപ്പിന് വേണ്ടി അതൊന്നും എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു പാലറ്റ് ഇട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഐലൈനർ എഴുതുന്നതിന് പകരം കോർണറിൽ വന്നിട്ട് നമ്മൾ ഡാർക്ക് ഷെയ്ഡ് ഞാൻ ഇട്ട ആ ഒരു കളറിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കണ്ണൊന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PSCൻ്റെ കാജൽ എഴുതി കൊടുക്കുകയാണ്. അതും ഞാൻ ആ ഒരു ഇന്നർ കോർണറിലാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ണ് കുറച്ചും കൂടി നല്ല വലുതായിട്ട് ഫീൽ ചെയ്യും. ഓൾറെഡി വലുതാണ്, കുറച്ചുകൂടെ വലുതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പ്രൈമർ വന്നിട്ട് ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ പ്രൈമറാണ്. ഇത് ആക്ച്വലി ഞാൻ കുറേ പ്രോഡക്ട്സുകൾ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകൾ നൈക്കിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദീപാവലിക്ക്.
അപ്പം ആക്ച്വലി ഫ്രീ കിട്ടിയതാണ് ആ ഒരു പ്രോഡക്റ്റ് കേട്ടോ. പക്ഷെ നല്ല വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പം നമുക്ക് ഇപ്പം ഒരു പാർട്ടി മേക്കപ്പ് അഫോർഡബിൾ ഒക്കെ ആയിട്ടുള്ളത് ചെയ്യാനൊക്കെ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക പ്രൈമർ വാങ്ങിക്കോളൂ കേട്ടോ. നല്ലതാണ്, നല്ല നല്ല പോസൊക്കെ നന്നായിട്ട് ബ്ലർ ചെയ്യുകയും ചെയ്യും. നല്ലൊരു സ്മൂത്ത് ഫിനിഷാണ്. കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സ്വിസ് ബ്യൂട്ടീൻ്റെ ബ്ലർ പ്രൈമറാണ് കേട്ടോ ഇത്. ഓക്കെ, അങ്ങനെ പ്രൈമർ ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഫേസിലേക്ക് ഒന്ന് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ചടപടേന്ന് പെട്ടെന്ന് മേളി ഇട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യത്തില്ല. നമ്മളെല്ലാത്തിനും ടൈം കൊടുത്ത് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇത് PSCൻ്റെ കൺസീലറാണ്. ഇത് ആക്ച്വലി തീർന്ന ഒരു ഡപ്പയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തൊന്ന് വടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും കവർ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ഒരു ഷോയ്ക്ക് വേണ്ടി ഒന്ന് ലൈറ്റായിട്ട് കവർ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ആക്ച്വലി അതിനകത്ത് സാധനം ഇല്ല, പിന്നെ ഉള്ളതൊക്കെ തോണ്ടി എടുക്കുന്നതാണ്. എന്നിട്ടത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിലേക്ക്. പിന്നെ ഒരു മിനിമൽ ലുക്കാണ് ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ വേറെ ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ മെബലൈൻ്റെ 3-in-1 ഫൗണ്ടേഷൻ ഇല്ലേ, ആ സാധനമാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ടു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതൊക്കെ ആക്ച്വലി അതിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതാകുമ്പോൾ ഭയങ്കര സെറം ബേസ്ഡ് ആയിട്ടുള്ളതും കുറച്ചൊരു വാട്ടറി എഫക്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവുകയും ചെയ്യും. നമുക്കൊരു മേക്കപ്പ് ഇട്ട ഫീല് നമുക്ക് വരത്തുമില്ല. നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പം, ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആണ്. സോ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും നല്ല എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം വെഡ്ഡിങ്ങിന് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്ന് നമ്മൾ ഈ ഒരു സാധനം ഇട്ട് കൊടുത്തത് കേട്ടോ. ഇത് വന്നിട്ട് നല്ല വർത്തി ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നല്ല സിറം ബേസ്ഡ് ആയതുകൊണ്ട് കേക്കി ആയിട്ട് ഒന്നും വരത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ഫേസിൽ മൊത്തം ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ബ്ലെൻഡർ വെച്ചിട്ട് നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ നേരത്തെ ഷെയ്ഡാണ്. അതായത് ഇപ്പം എൻ്റെ ഷെയ്ഡ് കുറച്ചും കൂടി ഡിമ്മായി, കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിരുന്നു പിമ്പിൾസൊക്കെ വരുന്നതിന് മുന്നേ. അപ്പോഴത്തെ ഷെയ്ഡാണ് ആക്ച്വലി ഇത് കേട്ടോ. പക്ഷേ വൃത്തികേടും കാര്യങ്ങളൊന്നും ഇല്ല. ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ഔട്ടായി കഴിഞ്ഞാൽ അത് സ്കിന്നിലേക്ക് നന്നായിട്ട് പിടിച്ചിരുന്നോളും. പിന്നെ ഭയങ്കര കവറേജോ കാര്യങ്ങളോ ഒന്നും ഇതിനുണ്ടാവില്ല. അത് നിങ്ങളാരും പ്രതീക്ഷിക്കരുത്. നമ്മൾ കവർ ചെയ്തിട്ടൊക്കെ ഇടുവാണെങ്കിൽ അത്രയും പ്രശ്നമില്ല, വലിയ കവറേജ് ഇല്ല. പക്ഷേ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വന്ന് നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. കുറച്ച് അകലെ നിന്നൊക്കെ ആൾക്കാർ നോക്കുന്നെങ്കിൽ പിമ്പിൾസും മാർക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതത്ര വിസിബിൾ ആവത്തില്ല കേട്ടോ. പിന്നെ അത് തന്നെ നെക്കിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നെക്കും ഫേസും വന്നിട്ട് രണ്ട് കളറിലിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ എവരിഡേ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കുന്ന ഒരേ ഒരു സാധനം ഇതാണ് കേട്ടോ. നമ്മുടെ എന്തായിരുന്നു, സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ കൺസീലറാണിത് ആക്ച്വലി. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ ഇട്ടേക്കണ പോലെ ഇത്രയും പോഷനിൽ ഈ പ്രോഡക്റ്റ് ഇടും. എന്നിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെ ആ ഒരു നമ്മുടെ ഹൈലൈറ്റിങ് പോയിൻറ്റുകളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് പുറത്ത് പോകാറ് കേട്ടോ. നല്ലൊരു സാധനമാണ്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനുള്ളത്. നല്ല അഫോർഡബിളും ആണ്. നല്ല റേറ്റും വലിയ റേറ്റ് ഇല്ല. എന്താണല്ലോ 500 ബിലോ ആണ്, അത്രയൊന്നും ഇല്ല. എനിക്കൊന്ന് 200 സംതിങ്ങോ അങ്ങനെ എന്തോ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിത് അണ്ടർ ഐ എല്ലാം കൺസീൽ ചെയ്ത് കൊടുത്തു. പിന്നെ ഐബ്രോ ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഐബ്രോ ഒക്കെയാണ് കേട്ടോ ആദ്യം ചെയ്യുക. അത് ഞാൻ വിട്ടുപോയതാണ് ആക്ച്വലി. അപ്പം ഐബ്രോ ത്രെഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ റേസർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പം അവിടെ ഒരു ചെറിയൊരു പോർഷനിൽ ചെറുതായിട്ടൊന്ന് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ വരച്ച് വെച്ച പോലൊന്നും ഐബ്രോസ് ചെയ്യാറില്ല. ജസ്റ്റ് ഗ്യാപ്പ് മാത്രം ഫില്ല് ചെയ്ത് കോംബ് ചെയ്തെടുക്കാറേ ഉള്ളൂ. ഓൾറെഡി ഐബ്രോസ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ വരച്ച് വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അതാണ്. ഇത് നമ്മുടെ മെബലൈൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഇതും നല്ലൊരു സാധനമാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റും ആണ്. എന്നാൽ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു കവറേജ് തരുകയും ചെയ്യും കേട്ടോ. അപ്പം അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിൽ ഫുള്ള് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൗഡറൊന്നും നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഇടുമ്പോൾ ഒരു കേക്ക് ലുക്ക് വരും കേട്ടോ. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ കണ്ണിൻ്റെ താഴെ നമ്മൾ ആ സെയിം മേളിൽ യൂസ് ചെയ്ത അതേ ബ്രൗൺ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ ഒരുപാട് കണ്ണൊന്നും എഴുതാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഇത് ബ്ലഷാണ്. ആക്ച്വലി ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ പൗഡർ ഇടുന്നതിന് മുന്നേ വേണം കേട്ടോ ക്രീം പ്രോഡക്റ്റ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഈ ക്രീം എനിക്ക് മെസ്സേജിൽ എൻ്റെ കമൻസിൽ വന്നതാണ്. നമ്മൾ ഈ ക്രീം പ്രോഡക്ട്സുകളൊക്കെ എപ്പോഴാണ് ഇടേണ്ടത്, അതുപോലെ ഈ മേക്കപ്പ് ചെയ്തിട്ട് ബ്ലഷൊക്കെ ഇടുമ്പോഴത്തേക്ക് ഉരുണ്ട് വരുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്നൊക്കെ. അത് നമ്മൾ ഈ പൗഡർ സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ക്രീം പ്രോഡക്റ്റ് ഇടുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. ക്രീം പ്രോഡക്റ്റുകളെല്ലാം വന്നിട്ട് നമ്മൾ
പൗഡർ സെറ്റിങ്ങിന് മുന്നേ വേണം ഇടാൻ വേണ്ടിയിട്ട്. പൗഡർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ക്രീം പ്രോഡക്ട്സുകളെല്ലാം ഇട്ട് കഴിയണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പൗഡർ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉരുണ്ട് വരും. ഇതിപ്പോൾ വലിയ പ്രശ്നമില്ല, അത് ഞാൻ മാനേജ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് ഉരുണ്ട് വരും. സോ നമ്മൾ എപ്പോഴും ക്രീം പ്രോഡക്ട്സുകളെല്ലാം ഇട്ടിട്ട്, ഇപ്പം ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ക്രീം പ്രോഡക്ട്സ് ആണല്ലോ, ലിക്വിഡ് അല്ലെങ്കിൽ ക്രീം. അപ്പം അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ബ്ലഷോ ലിക്വിഡ് ഹൈലൈറ്റേഴ്സോ ക്രീം ഹൈലൈറ്റേഴ്സോ ഒക്കെ ഇടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതും ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ലൂസ് പൗഡർ വെച്ചിട്ട് ഫേസ് സെറ്റ് ചെയ്യാൻ, ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ക്രീം പ്രോഡക്ട്സുകൾ പൗഡർ പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം പൗഡേഴ്സ് തന്നെ ഇടണം. ഹൈലൈറ്റിംഗ് ആണെങ്കിലും പൗഡർ ഹൈലൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലഷ് ആണെങ്കിൽ പൗഡർ ബ്ലഷ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ നമ്മൾ ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മാസിൻ്റെ ഒരു പിങ്ക് കളറാണ്, അതിൻ്റെ നമ്പർ കാര്യങ്ങൾ ഞാൻ ഓർക്കണില്ല. അത് വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ബ്രൈറ്റ് ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഒരു ബ്രൈറ്റ് കളറ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഫേസസ് കാനഡയുടെ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് കേട്ടോ. അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊന്നും അതിലുണ്ടായിരുന്നില്ല. ആ ഒരു ഷെയ്ഡാണ്, കുറച്ചൊന്ന് ഡാർക്കാണ്. ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്മഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് സ്റ്റേ ചെയ്യുകയും ചെയ്യും കേട്ടോ. ഒരുപാട് നേരം ഇത് വന്നിട്ട് സ്റ്റേ ചെയ്യും. പിന്നെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമ്മുടെ ലിപ്പിനെ ഡ്രൈ ആക്കത്തൊന്നുമില്ല. ലൈറ്റ് വെയിറ്റ് ആണിത്. പെട്ടെന്ന് തന്നെ അത് നമ്മുടെ മാറ്റ് ഫിനിഷ് ആകുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മെബലൈൻ്റെ കൊളോസൽ മസ്കാരയാണ്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര ഇതാണ് കേട്ടോ. നല്ല മസ്കാരയാണ്, നല്ല അഫോർഡബിളും ആണ്. 300 500 അങ്ങനെ എന്തോ റേറ്റും കാര്യങ്ങളും വരുന്നുള്ളൂ. അതുപോലെ നന്നായിട്ട് നമ്മുടെ ലാഷിനെ തപ്പിയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പം താഴെയും മേളിലും ഐഷാഡോ അല്ലല്ലോ, എന്തായിരുന്നു, മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ മേക്കപ്പ് കൂടുതലാണോ എന്ന് ചോദിക്കുകയാണ്. മേക്കപ്പ് കൂടുതലാണോ എന്നൊക്കെ തിരിഞ്ഞ് കണ്ണാടി നോക്കാം കേട്ടോ. കാരണം നമ്മൾ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവത്തില്ല മേക്കപ്പ് കൂടുതലാണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ഹൈലൈറ്റർ ക്രീം പ്രോഡക്ട്സ് എന്തൊക്കെ ഹൈലൈറ്റർ ഇട്ടെന്ന് പറഞ്ഞാലും ഈ ഒരു സാധനം ലാസ്റ്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് മേക്കപ്പ് എന്തോ ആ മേക്കപ്പ് ഒന്ന് ഫിനിഷായി എന്ന് എനിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇടണം കേട്ടോ. ഇത് നമ്മുടെ നമ്മുടെ PACൻ്റെ ഹൈലൈറ്ററാണ്. ഈ സംഭവം ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീലാണ്. അതുകൊണ്ട് എവിടെ പോയാലും മീൻസ് ഒരുങ്ങി എവിടെയെങ്കിലും പോയി എൻ്റെ മേക്കപ്പ് ഇട്ട് തുറന്ന് ഒരുങ്ങി ഞാൻ എവിടെ പോയാലും ഈ പ്രോഡക്റ്റ് ഇട്ടിട്ടേ പോകാറുള്ളൂ കേട്ടോ. ഇത് അനീസൻ സാരിയുടെ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഇത് ഓൺലൈൻ അവൈലബിൾ ആണ് കേട്ടോ. നൈക്കിലൊക്കെ അവൈലബിൾ ആണ്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഒരെണ്ണം വാങ്ങിച്ചാൽ ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും. ഇത് വന്നിട്ട് ഷെയ്ഡ് റോസ് സിൽക്ക് എന്ന്, RAW ആണ്, റോസ് സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല വൃത്തിയായിട്ടുള്ള പാലറ്റ്. ഒരുപാട് നാളായി ഇപ്പം എൻ്റെ ഇരിക്കുന്നു, ഇതുവരെ അത് തീർന്നിട്ട് കൂടിയില്ല. ഒരുപാട് നാൾ ഇനിയും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് നിങ്ങളൊന്ന് വാങ്ങിയിട്ട്, ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് എനിക്കത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു പ്രോഡക്റ്റ് വാങ്ങി നല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ കണ്ണിന് ചെറിയൊരു വിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ് കേട്ടോ. ഇതും നല്ല അഫോർഡബിളാണ്, നല്ല വേർത്തുമാണ്. സ്വിസ് ബ്യൂട്ടിയുടെ പെന്നാണിത്, ഐലൈനർ പെന്നാണ് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുത്തു. അപ്പം നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊരു വാം കളർ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഹെയർ സ്റ്റൈൽ ഫിക്സ് ചെയ്യാനൊന്നുമില്ല, സൈഡ് പാർട്ടീഷൻ തന്നെയാണ്. എവിടെ പോയാലും ഞാൻ അത് തന്നെയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സെറ്റിംഗ് സ്പ്രേ ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടീൻ്റെ മേക്കപ്പ് ഫിക്സറാണ് കേട്ടോ. ഇത് വന്നിട്ട് കുറച്ചൊരു എന്താ ഒരു ലെമൺ കണ്ടൻറ്റൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മളിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ കണ്ണ് തുറക്കാൻ നിന്നാൽ കണ്ണ് ഭയങ്കരമായിട്ട് നീറും. കുറച്ച് ടൈം, ഒരു 1 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ കണ്ണ് തുറക്കാൻ, അല്ലെങ്കിൽ നല്ല നീറ്റിലായിരിക്കും. പിന്നെ നന്നായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്, മേക്കപ്പ് നന്നായിട്ട് സ്റ്റേ ചെയ്യാനും ഒരു ഡ്യൂയി ഫിനിഷും കിട്ടും നമുക്ക് ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. കുറച്ചൊരു ഗ്ലോ ഫിനിഷൊക്കെ കിട്ടും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പിൻ്റെ വീഡിയോ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, അടുത്ത് വന്ന് നോക്കുമ്പോഴേ നമുക്ക് അത്രയും കവറേജ് ഇല്ലയെന്ന് മനസ്സിലാവുള്ളൂ. കുറച്ച് അകലൊക്കെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പാടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കവറാവുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് അയച്ചാലും ഞാൻ കാണുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് പറഞ്ഞും കൊടുക്കാറുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ്, ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ലുക്കൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.